ഈ സലിംകുമാറിൻ്റെ ദൈവമേ കൈതൊഴാം കെ കുമാറാകണമെന്നൊരു സിനിമയുണ്ട്. അതിലൊരു സീനുണ്ട്. ഇങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത് മാർക്ക് ചെയ്താൽ മതി, ഗോളൊക്കെ ഞാൻ അടിച്ചോളാം. എന്നിട്ട് മെസ്സിക്ക് ഒരു പാസ് കൊടുക്കുന്നു, മെസ്സി അത് പുറത്തേക്ക് അടിക്കുന്നു. അപ്പോൾ പറയുന്നു ഇങ്ങനെയാണ് അവിടെ കളിക്കുന്നത്, ഞാൻ ഗോളടിച്ച് കാണിച്ചു തരാം എന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഗോളടിച്ചൊരു ആഘോഷത്തിന് വേണ്ടി ഇങ്ങനെ ഡൈവ് ചെയ്യുമ്പോൾ കട്ടിലിയും താഴെ വീഴുകയാണ്. ഇത് ഈ മെസ്സി വരും എന്ന വാർത്ത വന്ന ആദ്യ ദിവസം പോലും ഞാൻ പറയുന്നൊരു കാര്യമാണ്. എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ വിശ്വാസമാണ്. എവിടെ മെസ്സി വരും? ഏത് ഗ്രൗണ്ടിൽ വന്ന് മെസ്സി കളിക്കും? കൊച്ചിയിലോ? കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ അടിച്ചാൽ 41,000 മുതൽ 60,000 വരെ കാണികൾ ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഒരു ഗോൾ അടിച്ചിട്ട് ഒരു ക്ലോസ് ഷോട്ട് ആ ഗാലറിയിലേക്ക് വെച്ചാൽ ഇങ്ങനെ കുലുങ്ങുന്ന ഒരു ഗാലറിയാണ്. ആരാണ് മെസ്സി കളിക്കുന്ന, ഏതാണ് മെസ്സി കളിക്കുന്ന ടീം? അർജന്റീന ആ സമയത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്, ഫിഫയുടെ 1ാം റാങ്കുകാരാണ്. അവർക്ക് വെറുതെ എങ്ങ് വരാൻ പറ്റുമോ? ഈ 60,000 പേർ പരമാവധി കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയം മതിയോ മെസ്സിയെ കാണാൻ, ആളുകളെ ക്ഷണിക്കാൻ? കാരണത്താൽ സൗകര്യപ്രദമായ ഒരു സ്റ്റേഡിയമില്ല, സുരക്ഷിതമായ ഒരു സ്റ്റേഡിയമില്ല എന്ന കാരണത്താൽ തന്നെ മെസ്സി വരില്ല, നമുക്ക് ഉറപ്പിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇനി മറ്റൊരു തട്ടിപ്പുണ്ട്. 5 കോടി രൂപയോളം ഇളവ് നൽകിയിട്ടുണ്ട് ആ സ്റ്റേഡിയം ഓപ്പൺ ചെയ്തു കൊടുത്തത് നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട്. 5 കോടിയുടെ വരെ നികുതി അടക്കമുള്ള ഇളവുകൾ ആൻഡോ അഗസ്റ്റിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. ഇനി ഏതാണ് ഈ AFA? ഈ കരാർ എന്താണ്? അർജന്റീന ടീമിനെ കൊണ്ടുവരുമെന്നാണ് ചില ചിത്രങ്ങളുണ്ട്, ചില വരികൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ സംശയം ഈ AFA, ഞാൻ ആദ്യം സംശയിച്ചിരുന്നത് AFA എന്ന് പറഞ്ഞാൽ ആന്റോ ഫുട്ബോൾ അസോസിയേഷൻ ആണോ, അല്ല ഇനി അബ്ദുറഹ്മാൻ ഫുട്ബോൾ അസോസിയേഷൻ. ഇപ്പോൾ ഒരു സംശയം കൂടെ ആയി, കൺഫ്യൂഷനായി, അമീറ ഫുട്ബോൾ അസോസിയേഷൻ ആണോ എന്നുള്ളതാണ്. ഏതായാലും അർജന്റീന വരാൻ വേണ്ടിയിട്ടുള്ള അതായത് കൃത്യമായ ഒരു പ്ലാനിങ് നടന്ന ഒരു കരാർ ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. രേഖകളൊക്കെ കാണിക്കാം, കാരണം അതിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ, മന്ത്രി ഇടപെട്ടിട്ടുണ്ടല്ലോ. ഒരു മെയിൽ അയച്ചതിന്റെ തെളിവുകൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. സ്വാഭാവികമായും അർജന്റീനയെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ടാകാം. അതിലും ഒരു കളിയുണ്ട്. 2023 എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു കമ്പനി ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന പേരിൽ മെസ്സിയെ കൊണ്ടുവരാൻ, അർജന്റീന ടീമിനോട് കൊണ്ടുവരാൻ എന്ന പേരിൽ ഒരു കരാർ മുന്നോട്ട് വയ്ക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിനോട് പറയുന്നു. സർക്കാർ ഇത് വിശ്വസിച്ചിട്ട് കേന്ദ്രാനുമതിക്കായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അത് നടന്നില്ല. ആ കമ്പനിയുടെ പ്രായം വെറും 20 ദിവസം മാത്രമായിരുന്നു. കടലാസിൽ 20 ദിവസം പ്രായവും 1 ലക്ഷം രൂപ മാത്രം മൂലധനവുമുള്ള ഒരു കമ്പനിയായിരുന്നു ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്നത്. അതിനുശേഷം സംഭവിച്ചെന്താണ്? കൃഷ്ണരാജ് പറഞ്ഞ ഡേറ്റ് കൂടെ കൃത്യമായി പറഞ്ഞു തരാം. ഗോട്ടാഡ് എന്ന കമ്പനി അറിയിക്കുന്നത് 8/7/2023. കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 19/6/2020. 20 ദിവസം മാത്രം പഴക്കം. അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു കമ്പനി വരുന്നു, അതാണ് റിപ്പോർട്ടർ. അതിന്റെ മേൽവിലാസവും ഗോട്ട് ആൻഡ് ഗ്ലോബലിന്റെ മേൽവിലാസവും ഒന്നായിരുന്നു. അവിടെ തുടങ്ങുന്നു തട്ടിപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.